സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയായ മൈസൂരു. മൈസൂരു എന്നത് കർണാടക സ്റ്റേറ്റിലെ ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിറ്റിയാണ്. പണ്ട് കാലത്ത് കർണാടക എന്ന സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് മൈസൂരു സംസ്ഥാനം എന്നാണ് മൈസൂരു അറിയപ്പെട്ടിരുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന് മൈസൂരേക്കാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂരേക്കുള്ള റോഡാണിത്. ഗുണ്ടൽപേട്ട് മൈസൂർ റോഡ് വളരെ മനോഹരമാണ്. റോഡിന്റെ ഇരുവശങ്ങളും കൃഷിസ്ഥലങ്ങളും വെള്ള നിറത്തിലുള്ള ബിൽഡിങ്ങുകളും കർണാടക സ്റ്റൈലിലുള്ള കൃഷി രീതികളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ വളരെ മനോഹരമായ ഇരുവരി പാതയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ മൈസൂരിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. കാരണം മൈസൂരു ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമായതുകൊണ്ട് തന്നെ. ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പടയോട്ടമൊക്കെ ആയിരിക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ വളരെ വലിയ വടയാർ രാജവംശത്തിന്റെ ചരിത്രമുള്ള ഒരു നഗരം കൂടിയാണ് മൈസൂർ. റോഡിലേക്ക് നമ്മൾ മൈസൂർ നഗരത്തിൽ എത്തുമ്പോൾ നമ്മളെ ആദ്യമായിട്ട് ആകർഷിക്കുന്ന അവിടുത്തെ ഭക്ഷണമാണ് തലി മീൽസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മൈസൂർ പാക്ക് ഉൾപ്പെടെയുള്ള ആ ഒരു പൂരിയും മസാലയും അതിനോട് ചോറും ചേർന്നിട്ടുള്ള വിഭവം. വളരെ മനോഹരമായ ഒരു ഉച്ചഭക്ഷണമാണ്. കർണാടക സ്റ്റൈൽ ഉച്ചഭക്ഷണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നഗരം വളരെ വൃത്തിയാണ്. നഗരത്തിന്റെ തനിമ ഒട്ടും ചോർന്നിട്ടില്ല. നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലായിട്ടും വൃത്തിയുടെ കാര്യത്തില് മൈസൂർ ഇന്ത്യയിലെ തന്നെ വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നാണ്. കൂടാതെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ മൈസൂർ എത്തുന്നു, ടൂറിസ്റ്റുകൾ എത്തുന്നു. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മൈസൂരു നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. നമുക്കറിയാം കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ പാർക്കുകൾ, ഗാർഡനുകൾ, അങ്ങനെ സാൻഡൽവുഡ്സിന്റെ വിവിധ ശേഖരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിവിധ വെറൈറ്റീസ് നമുക്ക് മൈസൂർ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ കാണാൻ ഒരു സാൻഡൽവുഡിന്റെ ഷോപ്പാണ്. അവിടെ നമുക്ക് വ്യത്യസ്ത മൈസൂരി സാരീസ് ഉണ്ട്. ഈ സാരികളൊക്കെ നമുക്ക് മൈസൂർ മാത്രം ലഭ്യമാകുന്ന വളരെ മനോഹരമായ ചില സാരികളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സിറ്റിയുടെ എല്ലാ വശത്തും നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ തനിമ ഏകദേശം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ പുതിയ തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ മൈസൂർ ഉയർന്നു വന്നിട്ടുണ്ട്. മൈസൂരിന്റെ പഴയകാല പ്രൗഢി നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ തെരുവോരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിരത്തുകളൊക്കെ വളരെ വൃത്തിയുള്ളതാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. സാംസ്കാരിക സ്ഥലങ്ങൾ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയുള്ള ഒരു മൈസൂര് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് കാണാൻ മാത്രമുള്ള ഒരു സിറ്റിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പഴയ ബിൽഡിങ്ങുകളോടൊപ്പം തന്നെ പുതിയ ബിൽഡിങ്ങുകളും സിറ്റിയിലുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചിരിക്കുന്ന സ്ഥലം മെയിൻ ബസ് സ്റ്റാൻഡിന്റെ പരിസരങ്ങളുമാണ്. മൈസൂർ സിറ്റിയുടെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. വൃന്ദാവൻ ഗാർഡൻ, റെഡ് സാങ്ച്വറി, മൈസൂർ സൂ തുടങ്ങിയവയെല്ലാം തന്നെ കുറച്ചുകൂടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.